ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, കോളേജിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് വിൻസർ രാജധാനി എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള ഒരു ഹോട്ടലിലാണ്. അപ്പോൾ ഞങ്ങളുടെ വന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഫുഡ് അടിയാണല്ലോ. അപ്പോൾ ബൊഫയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സ്പെഷ്യൽ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ കോളേജിൽ നിന്നുള്ളതാണ്. അതിൽ ആ കാര്യം ഞാൻ പറയാം, സമയമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളടുത്ത് നമ്മുടെ റൂമിലോട്ട് പോവാണ്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒത്തുകൂടിയാൽ പിന്നെ ഫുൾ വൈബാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലിഫ്റ്റ് കയറി, അവിടെയും വൈബടി തന്നെ. ഇതെല്ലാം കൊണ്ട് ഒരു 2 വർഷമായി കാണും ഇങ്ങനെയൊക്കെ കൂടിയപ്പോൾ ഒരു ഹാപ്പിനെസ്. പിന്നെ രാത്രി ഒരു 12 മണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോവാണ്. എങ്ങോട്ടെന്ന് അറിയാം, ഇതിലുള്ള ഒരാളുടെ എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ എൻഗേജ്മെൻറ്റിൻ്റെ ഡെക്കറേഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടാവും, സെറ്റ് ചെയ്തൊക്കെ സൂപ്പറാണോ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രം, ഗേൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. രാത്രി അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ ആളുടെ പേര്, ദേവയാനി ആകാശ്. ദേവയാനിയാണ് നമ്മുടെ ഫ്രണ്ട്. ആളെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡെക്കറേഷനൊക്കെ നോക്കി നമ്മുടെ സജഷൻസൊക്കെ പറഞ്ഞു കൊടുത്തു. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ശല്യം ചെയ്യാൻ നിന്നില്ല. പിന്നെ എല്ലാം നോക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണോ വേണ്ടതെന്ന് വിചാരിച്ച് പിന്നെ ചേട്ടന്മാരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ച് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് കുട്ടി ദേവയാനി, ഇത് ആകാശ്. ലവ് മാരേജാണ്, ലവ് മാരേജിൻ്റെ എൻഗേജ്മെൻറ്റാണ്. അവർ നല്ല ഹാപ്പിയാണ്. എനിക്ക് എന്താ പറയുന്നറിയില്ല, അവരുടെ ഫീലിങ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, ഹാപ്പിനെസ്. പിന്നെ ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തു. നേരെ അവിടെ നിന്ന് ബീച്ചിലോട്ട് വിട്ടു. ബീച്ചിൽ പോയി അവിടെ പോയി റീൽസൊക്കെ എടുത്ത്, പിന്നെ നമ്മൾ കൂടിയാൽ പിന്നെ റീൽസ് എടുത്തില്ലെങ്കിൽ പറ്റത്തില്ല, നിർബന്ധമാണ്. ഞാൻ റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ പിന്നെ ബാക്കി പറയാനൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഫോർ നൗ.